പുളിയിലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ ചിരണ്ടിയത് ഒരു 4 പീസ് മുളക്, അത് കാന്താരി മുളകായാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഉപ്പ്, കല്ലുപ്പ് തന്നെ വേണം. ഇഞ്ചി 1 പീസ്, അത് ഏകദേശം ആ കാണുന്ന അളവിൽ മതി. അതുപോലെ ഒരു ചുവന്നുള്ളി, ഒന്നിൽ കൂടുതൽ വേണ്ട. അതുപോലെ എള്ളം തളിരിലായിട്ടുള്ള പുളിയില തന്നെ വേണം. പിന്നെ മീൻ, പച്ചമീനോ ഉണക്കമീനോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് അല്പം മഞ്ഞൾ ചിമ്മി വെച്ചതായിരിക്കണമെന്ന് മാത്രം. അതുപോലെ ലാസ്റ്റായിട്ടുള്ളത് കറിവേപ്പിലയാണ്. നല്ല കറിവേപ്പില നോക്കിയെടുക്കുക. പിന്നെ ഇത് തയ്യാറാക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മിക്സിയിൽ അല്ലെങ്കിൽ അരകല്ലിൽ അരച്ചെടുക്കേണ്ടത്. അത് അരകല്ലിൽ അരച്ചെടുക്കുകയാണെങ്കിൽ അതിന് ടേസ്റ്റ് കൂടുതലുണ്ടാവും. മിക്സിയിലാകുമ്പോൾ പറയത്തൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ടേസ്റ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. എങ്കിലും നമ്മൾ അരയ്ക്കുന്ന ഭാഗത്തിലേക്ക് നോക്കാം. ആദ്യം പുളിയില, തുടർന്ന് ഇതിൽ കാണുന്ന അതേ പരുവത്തിൽ തന്നെ നിങ്ങളും തയ്യാറാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമതായി നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്തരയ്ക്കാം. മൂന്നാമതായിട്ട് അതിനോട് ചേർപ്പാകാണ്. അടുത്തതായി നമുക്ക് ഇഞ്ചി അടിച്ചെടുക്കാം. അടുത്തത് ഉള്ളി, ഉപ്പ്, ഇതിനെല്ലാം അവസാനമായിട്ടാണ് തേങ്ങ ചേർത്ത് അരയ്ക്കാവുള്ളൂ. പാകത്തിന് അരച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീനെടുത്ത് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അത് ഇതിൽ പച്ചമീനും അതുപോലെ ഉണക്കമീനുകളെല്ലാം ഉപയോഗിക്കാം. ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് എപ്പോഴും ഉണക്ക അയിലയാണ്. ഞാനിപ്പം അയിലയില്ലാത്തതുകൊണ്ട് പകരം പച്ചമീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിപ്പോൾ ഏത് മത്സ്യമായാലും കുഴപ്പമില്ല. ഇച്ചിരിയുടെ ചെറിയ പീസസ് ആക്കുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അത്. അതുപോലെ മീൻ വേവാൻ വേണ്ടി അല്പം ജലത്തിൻ്റെ അംശം കൂടുതലുമാണ്. അതുകൊണ്ട് അല്പം കൂടി വെള്ളം കൂടി കുടിച്ചാണ് ഞങ്ങളിത് കുഴച്ച് റെഡിയാക്കി എടുക്കുന്നത്. നന്നായി മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ വാഴയിലയിൽ തന്നെ അതങ്ങ് പരത്തി സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ അരച്ചെടുത്ത് ചമ്മന്തി കൂട്ട് വാഴയില നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമ്മളത് അടുപ്പിൽ വയ്ക്കുകയാണ്. അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാത്രത്തിൽ, അതായത് മൺപാത്രമാണ് എപ്പോഴും നല്ലത്, അതിൻ്റെ അകത്തൊരു 5 ലെയർ വാഴയില പീസ് വയ്ക്കുക. അതിന് മുകളിലേക്ക് ഇത് വയ്ക്കാവുള്ളൂ. തുടർന്ന് അതുപോലെ തന്നെ ഒരു 5 പീസ് മുകളിലും വെച്ച് മൂടണം. അതിനുശേഷം മിതമായ രീതിയിൽ മാത്രമേ തീയും കത്തിക്കാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീ കൂടുതൽ ആളി കത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗം മുഴുവനും കരിഞ്ഞു പോകാനായിട്ട് വരും. അതുപോലെ തന്നെ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും തിരിച്ചിടുക. അതായത് മേളിൽ 5 അടിയിൽ 5 ഇലകളുണ്ടല്ലോ, അത് ഓരോ പ്രാവശ്യം തിരിച്ചിടുമ്പോഴും എടുത്ത് മാറ്റിക്കൊള്ളുക. അങ്ങനെ ഒരു അരമണിക്കൂറോളം ഇട്ട് വെന്തെങ്കിൽ മാത്രമേ കറക്റ്റ് ഭാഗമായി കിട്ടുള്ളൂ. ഇതാ സംഗതി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ട് ഇതുകൂടി അങ്ങോട്ട് കഴിച്ചോളുക ചോറ് നന്നായിട്ട്. ഓക്കെ.